എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, പാടിയത് താരസ്ഥായി വരിശകൾ അല്ലെങ്കിൽ മേൽസ്ഥായി വരിശകൾ, ഹയർ ഒക്ടേവ് നോട്ട്സ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ അതിലെ 3 വരിശകൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് താരസ്ഥായി വരിശകളിലെ 4ഉം 5ഉം. അത് നമുക്കൊന്ന് ചേർത്തി പോവാം, കാരണം അതില്ലെങ്കിൽ വേറൊരു ക്ലാസ് ഒന്നും എക്സ്ട്രാ വേണ്ടല്ലോ. അപ്പോൾ ഒന്ന് 4ഉം 5ഉം കൂടെ ചേർത്തി പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ 4ഉം 5ഉമാണ് പാടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടിയത് 1ഉം 2ഉം 3ഉം. ഒന്നാമത്തത് രണ്ട് മൂന്നാമത്തത് ഇതാണ് നമ്മൾ ആദ്യത്തെ 3 പാടിയത്. ഗാന്ധാരം വരെ, ഗ വരെ മുകളിലേക്ക് പോയി. ഈ അടുത്തത് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള മധ്യമം മ, ഗ, മ. 4ാമത്തത് മുകളിലത്തെ മധ്യമം വരെയാണ് നമ്മൾ കൊണ്ടുപോവുക. നമ്മുടെ ശബ്ദത്തിനെ മുകളിലത്തെ മധ്യമം വരെ കൊണ്ടുപോകണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡുകൾ പ്രാക്ടീസ് ചെയ്താൽ ത്രോട്ട് ഫ്ലെക്സിബിൾ ആവാനും ഏറ്റവും ബെസ്റ്റ് ഒരു എക്സർസൈസാണ് താരസ്ഥായി വരിശകൾ. അപ്പോൾ അത് പഠിക്കുന്നവരെല്ലാവരും അത് നല്ലപോലെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ താരസ്ഥായി വരിശയാണ് പാടാൻ പോകുന്നത്. ധനി സരി ഗമ ഗരി സരി സനി ദപ മപ. അത്രയേ ഉള്ളൂ. അതിൻ്റെ സെക്കൻഡ് ലൈൻ മാത്രം, ധനി സരി, എല്ലാത്തിൻ്റെയും സെക്കൻഡ് ലൈൻ മാത്രമാണ് വ്യത്യാസമായിട്ട് വരിക. ബാക്കിയെല്ലാം പഴയത് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെക്കൻഡ് ലൈൻ സരി ഗമ പദ നിസ സാ 1 2 3 സാ 1 2 3. അത് കഴിഞ്ഞാൽ ദ നി സ രി ഗമ ഗരി, അതിൻ്റെ എല്ലാം മുകളിൽ കുത്തിടണം. സ രി ഗമ ഗരി, അതിൻ്റെ എല്ലാം മുകളിൽ കുത്തിടണം. ധനി സരി സനി ദപ സനി ദപ മഗരി സ. ധനി സരി ഗമ ഗരി സരി സനി ദപ മപ. ധനി സരി ഗരി സരി സരി സനി ദപ മപ. അത് മൂന്നാമത്തതാണ്.
പിന്നെ ധനി സരി സസരി സസരി സനി ദപ മാപ അത് രണ്ടാമത്തതാണ്. ധനി സരി സനി ദപ സനി ദപ മകരിസ അത് ഒന്നാമത്തതാണ്. അപ്പം നമ്മൾ നാലാമത്തത് പാടിയിട്ട് പിന്നെ മൂന്നാമത്തത്, രണ്ടാമത്തത്, ഒന്നാമത്തത് അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് താഴേക്ക് പോരും. അപ്പം നമ്മളിപ്പോൾ പാടാൻ പോകുന്നത് നാലാമത്തത്. അതിൻ്റെ സെക്കൻഡ് ലൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. തുടക്കം എല്ലാം ഒരുപോലെയാണ്, സെയിം നോട്ട്സ്. സരി ഗ മ പ ധ നി സ സാ സാ ധ നി സ രി ഗ മ ഗ രി ഗ മ ഗ രി ധ നി സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ അത് മാത്രമാണ് നാലാമത്തത്. പിന്നെ നമ്മൾ മൂന്നാമത്തത് റിപ്പീറ്റേഷൻ ആണ്. ധ നി സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ. അടുത്ത രണ്ടാമത്തത് ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ. അടുത്ത ഒന്നാമത്തെ വരിസ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഒന്നുകൂടി പറയാമത്. സരി ഗമ പദ നിസ സ ആ മൂന്ന് ദീർഘം, സ ആ മൂന്ന് ദീർഘം, ധ നി സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ. അത്രയേ ഉള്ളൂ നാലാമത്തത്. ബാക്കി നമ്മൾ മൂന്നാമത്തത് റിപ്പീറ്റേഷൻ. ധ നി സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ. രണ്ടാമത്തത് ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ. ഒന്നാമത്തത് ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. അതാണ് നാലാമത്തെ താരസ്ഥായി വരിശകൾ. ഒന്നുകൂടി പാടാൻ നോക്കിക്കോളൂ. സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ. ധ നി സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ. ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ. ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. നാലാമത്തത് പാടുന്നത് നമ്മൾ പറഞ്ഞു. ഒന്നാം കാലത്തിൽ നിങ്ങൾക്ക് എഴുതുകയോ പാടുകയോ ചെയ്യാം. രണ്ടാം കാലത്തിലാണെങ്കിൽ സ രി ഗ മ
പ ധ നീ സ സാ സാ ധ നീ സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി മൂന്നാമത്തത് ചേർത്തി പാടുക. അതാണ് രണ്ടാം കാലത്തിൽ ഈ നാലാമത്തെ വരിശ പാടുന്ന മെത്തേഡ്. ഒന്നാം കാലത്തിലാണെങ്കിൽ അറിയാലോ ഓരോ സ്വരം സാ രി ഗ മ പ ധ നീ സ. ഒന്നാം കാലത്തിലാണ് അങ്ങനെ താളം അടിക്കുക. ബാക്കി രണ്ടാം കാലം പാടുമ്പോൾ ഒരടിക്ക് രണ്ട് സ്വരം വെച്ച് കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ നാലാമത്തെ താരസ്ഥായി വരിശകൾ പാടുന്നത്. അപ്പം നാലാമത്തത് പാടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ 3ഉം 2ഉം 1ഉം വരും. 4 3 2 1. ഈ നാലാമത്തെ വരിശയിൽ ഈ ബാക്കി നമ്മൾ ആദ്യം തൊട്ട് പാടിയതെല്ലാം നാലാമത്തെ വരിശയിൽ കയറി വരും. അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ട് വരും. ഇനി അഞ്ചാമത്തത് പാടുമ്പോൾ ഒരു നോട്ട് കൂടെ നമ്മൾ മുകളിലത്തെ പഞ്ചമം പ, മുകളിലത്തെ പ പ ധ നീ സ സാ സാ ധ നീ സ രി ഗ മ പ മ ഗ രി സ നി ധ പ മ പ. അത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, രണ്ടാമത്തെ വരിശയാണ് വ്യത്യാസമായിട്ട് വരിക. ധനി സരി ഗമ പമ ഗരി സനി. അവിടെ ഒരു സരി ഇല്ല. ധനി സരി ഗമ പമ. നമ്മൾ നാലാമത്തത് ഗമ ഗരി സരി സനി ദ പ മ പ എന്നാണ് പാടിയത്. അഞ്ചാമത്തെ വരിശയിൽ അങ്ങനെ ഇല്ല. ധനി സരി ഗമ പമ ഗരി സനി ദ പ മ പ എന്ന് നേരെ താഴേക്ക് വരും. അവിടെ ഇടയ്ക്ക് ഒരു സരി ഇല്ല. അങ്ങനെ 8 സ്വരം കണക്കാക്കിയാണ് ഓരോ താളത്തിലും 8 സ്വരം കണക്കാക്കിയാണ് നമ്മൾ നോട്ട് എഴുതുക. അപ്പം ഒരിടയ്ക്കൂടെ സരി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സ്വരം കൂടും. അപ്പം ദ നീ സ രി ഗ മ പ മ ഗ രി സ നി ധ പ മ പ. അപ്പം കറക്റ്റ് 8 ആയിട്ട് 16 സ്വരം വരും. ആ കണക്ക് വെച്ചിട്ടാണ് ആ ഒരു സരി കളഞ്ഞിട്ട് ഗരി സനി ധ പ മ പ എന്ന് താഴേക്ക് വരുന്നത്. അപ്പോൾ മുകൾ പഞ്ചമം വരെ നമ്മൾ പോവുക, ഷഡ്ജത്തിൽ തുടങ്ങുക, ആദ്യത്തെ സായിൽ തുടങ്ങുക, മുകളിലത്തെ പഞ്ചമം വരെ പോയിട്ട് തിരിച്ച് നമ്മുടെ താഴേക്ക് വരിക. അപ്പോൾ അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാലാമത്തെ പോലെ തന്നെയാണ്. അഞ്ചാമത്തത് പാടുമ്പോൾ 4ഉം 3ഉം 2ഉം 1ഉം അതിൽ ഇൻക്ലൂഡായി വരും. സെക്കൻഡ് ലൈനായിട്ട് അഞ്ചാമത്തത് വരും. അടുത്ത ലൈൻ നമ്മൾ നാലാമത്തത് വരും. അടുത്തത് മൂന്നാമത്തത് വരും. പിന്നെ രണ്ടാമത്തത് വരും. വീണ്ടും നമ്മൾ ഒന്നാമത്തെ വരിശയിലേക്ക് എത്തും. അപ്പം അതൊന്ന് ഓർഡറായിട്ട് പാടാൻ കേട്ടോളൂ. സ രി ഗ മ പ ധ നീ സ സാ സാ ധ നീ സ രി ഗ മ പ മ ഗ രി സ നി ധ പ മ പ. അടുത്ത 4 ധ നീ സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ. മൂന്നാമത്തത് ധ നീ സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ. 2 ധ നീ സ രി സ സ രി സ സ രി സ നി ധ പ മ പ. 1 ധ നീ സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ.
താളത്തിൻ്റെ കണക്ക് സെയിം ആണ്. ഒന്നാം കാലത്തിനാണ് എഴുതുന്നതെങ്കിൽ 8 സ്വരം, രണ്ടാം കാലത്തിനാണ് എഴുതുന്നതെങ്കിൽ ഒരു താളത്തിൽ 8 വിട്ടും 16 സ്വരം, ഒരടിക്ക് 2 സ്വരം വെച്ച്. ധനി സരി ഗ മ പ മ ഗ രി സ ni da pa ma pa da ni sa ri ga ma ga ri sa ri sa ni da pa ma pa da ni sa ri ga ri sa ri sa ri sa ni da pa ma pa da ni sa ri sa sa ri sa sa ri sa ni da pa ma pa da ni sa ri sa ni da pa sa ni da pa മഗരീസ. അങ്ങനെ രണ്ടാം കാലത്തിൽ ഫുള്ളായിട്ട് അഞ്ചാമത് പാടുക. അത്രയും പാടി നല്ലതുപോലെ തറവാക്കിയതിന് ശേഷം മാത്രം സരി ഗ മ പ ധ നി സ സ സ ധ നി സ രി ഗ മ പ മ ഗ രി സ നി ധ പ മ പ ധ നി സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ ധ നി സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി ഗ മ പ മ ഗ രി സ നി ധ പ മ പ ധ നി സ രി ഗ മ ഗ രി സ രി സ നി ധ പ മ പ ധ നി സ ഗ രി സ രി സ രി സ നി ധ പ മ പ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ. അതൊക്കെ നിങ്ങൾ സ്ലോയിൽ പാടി, ഒരു മിഡിൽ സ്പീഡിൽ പാടി, രണ്ടാം കാലത്തിലും മൂന്നാം കാലത്തിലും നാലാം കാലത്തിലും പാടി അതിൻ്റെ ആകാരം പാടുക. അതാണ് ത്രോട്ടിന് ഏറ്റവും ബെസ്റ്റ് എക്സർസൈസ് ആണ്. മുകളിലത്തെ പഞ്ചമം സാധാരണ ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ താഴെയുള്ള പായും മിഡിലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ താഴത്തെ പ മന്ത്രസ്ഥായി എന്ന് പറയും. മന്ത്രസ്ഥായിലെ പഞ്ചമം, അതുപോലെ താരസ്ഥായി, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന മേൽസ്ഥായി, താരസ്ഥായിലെ പഞ്ചമം, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, ഈ 3 സ്ഥായിയിലെ പഞ്ചമം വരെയെങ്കിലും ഒരു 4 നോട്ടെങ്കിലും 4 നോട്ട് 5 നോട്ടെങ്കിലും മുകളിലേക്കും താഴേക്കും നമുക്ക് നമ്മുടെ ത്രോട്ട് കൊണ്ട് പാടാൻ സാധിച്ചാൽ നമുക്ക് ഏത് ടൈപ്പ് പാട്ടുകളും പാടാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ത്രോട്ടിൻ്റെ ഒരു ഫ്രീക്വൻസി കറക്റ്റായിരിക്കും എന്നർത്ഥം. അപ്പം നമുക്ക് പറ്റുന്ന ഒരു ശ്രുതി തിരഞ്ഞെടുക്കുക. ഇപ്പം നമ്മൾ ഇന്ന് ഇത് പാടി, ഇത് മുകൾ പഞ്ചമൊക്കെ പാടാനുള്ളത് കൊണ്ട് ഈ കുട്ടികൾക്കോ ലേഡീസിനൊക്കെ പാടാനുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ എ ആണ്. ഇപ്പോൾ ഇന്നത്തെ ശ്രുതി എന്ന് പറഞ്ഞാൽ എ ആണ്, 6 കട്ടയാണ്, എയ്ക്കാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുകളിലേക്കും താഴേക്കും പാടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ആദ്യം വൃത്തിയായി എഴുതിയെടുക്കുക. 1 2 3 4 1 2 3 ആ ഓർഡറായിട്ട് ആദ്യം നല്ലപോലെ പഠിച്ച് ഗാ വരെ കറക്റ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഇന്നിപ്പോൾ നമ്മൾ 2 എണ്ണം ഒരുമിച്ച് ക്ലബ് ചെയ്തെടുത്തിരിക്കും 4 5
കഴിഞ്ഞ 2 വീഡിയോകൾ നമ്മൾ ചെയ്തത് 1, 2, 3 സെപ്പറേറ്റ് 3 ക്ലാസ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 4ഉം 5ഉം മായും പായും ആ 2 ലെസൺ നമ്മൾ ഒരുമിച്ച് ഒറ്റ ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളത് കുറച്ചുകൂടെ നല്ലപോലെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച് നോട്ട് എഴുതി അത് വൃത്തിയായിട്ട് ആദ്യത്തെ 3 പഠിച്ചതിന് ശേഷം മാത്രം 4ലേക്ക് വരിക, 4 പഠിച്ചതിന് ശേഷം മാത്രം 5ലേക്ക് വരിക. അപ്പോഴേ ആ സ്വരസ്ഥാനങ്ങളും ആ ശ്രുതിയും താളമെല്ലാം നിങ്ങൾ കറക്റ്റായിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അത് കിട്ടും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ വാട്സപ്പ് നമ്പർ പഴയ വീഡിയോസ് ഏതെങ്കിലും ഉണ്ടാകും, നിങ്ങൾ നോക്കിയെടുത്ത് എന്തെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ അത് ക്ലാരിഫൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ളവർ കേട്ട് നല്ലപോലെ നോട്ട് എഴുതി നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. മാക്സിമം നിങ്ങൾ പറ്റുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. കുറേ ആൾക്കാർക്ക് ഇട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ഞാൻ എല്ലാ മിക്കവാറും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഒന്നുകൂടെ പറയുകയാണ്. മാക്സിമം നിങ്ങളിതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് ആരെങ്കിലും കുറച്ച് ആൾക്കാരിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തിക്കും. ആരെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വേണം ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് കേട്ടിട്ട് അതിന് കൃത്യമായ ഒരു മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നവർ വൃത്തിയായിട്ട് താളവും ശ്രുതി തെറ്റാതെ, താളം തെറ്റാതെ, സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ വൃത്തിയായിട്ട് പഠിക്കണം. അത് തമാശയായിട്ടുള്ള കാര്യമല്ല. കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൃത്യമായ ചിട്ടയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോകണം. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കൂ, എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു ലെസൺ, പുതിയൊരു ലെസണും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും. താങ്ക് യു.